പേരൊന്നും നിങ്ങൾ ഓർത്ത് വെക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 2 ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് ഓർത്താൽ മതി. ഇനി സ്കാൽപ്പിന്റെ അകത്തായിട്ടുള്ളതിന് നമ്മൾ ഹെയർ ഫോളിക്കിൾ എന്നാണ് പറയുന്നത്. ഹെയർ ഫോളിക്കിൾ എന്ന് പറയും. ഇവിടെ കണ്ടോ ഒരു മഞ്ഞ കളർ ആയിട്ടുള്ളത്, അതാണ് ഡെർമൽ പാപ്പിലെ എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഡെർമൽ പാപ്പിലെ. ഇത് ബ്ലഡ് വെസൽസും രക്തക്കുഴലുകളും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഇതുവഴിയാണ് നമ്മുടെ മുടിനാരിഴയ്ക്ക് എന്ത് കിട്ടുന്നത്? ഓക്സിജനും അതിന് വേണ്ട പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ നൽകുന്നത് ഇതുവഴിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഷാഫ്റ്റ് ആണ് നമ്മൾക്ക് പുറമേ കാണുന്നതായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഹെയർ ഷാഫ്റ്റ് ആണ്. ആ ഷാഫ്റ്റിനെ നമ്മൾക്ക് 3 ആയിട്ട് തരംതിരിക്കാം. 3 ഭാഗങ്ങളാണ് ഒരു ഷാഫ്റ്റിനുള്ളത്, അതായത് പുറമേ കാണുന്ന നമ്മുടെ ഒരു മുടിക്കുള്ളത്. അപ്പം ഈ എങ്ങനെ നമ്മൾക്ക് തരംതിരിക്കാം? അതാണ് ഇപ്പുറത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു മുടിയാണ്. അപ്പം ഇതിപ്പം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തിനോടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? നമ്മളുടെ ഒരു മരക്കഷ്ണമായിട്ട് തോന്നുന്നുണ്ട് അല്ലെ? ഒരു മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് ഒരു 3 ഭാഗങ്ങൾ? ഇതേ രീതിയിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ആ പുറത്തത്തെ തൊലി അല്ലെ, ബാർക്ക്, പിന്നെ അതിന്റെ അകത്ത് കുറച്ച് കളർ വ്യത്യസ്തമായിട്ടുള്ള ഒന്നുണ്ട്, അതിന്റെയും അകത്ത് അല്ലെ ഒരു ഇന്നർ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് പിത്ത് അല്ലെങ്കിൽ മെഡുല എന്നൊക്കെയാണ് മരത്തിൽ പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിന്റെ ക്രോസ് സെക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത്. ഏറ്റവും പുറത്തത്, അതായത് നമ്മൾ ഈ പുറമേ കാണുന്നതായിട്ടുള്ള ഒരു മുടിനാര്, അതിനെയാണ് പറയുന്നത് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. എന്താണ് ഈ ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞത്? അത് അകത്തെയുള്ള ഓർഗൻസ്, അത് അകത്തെയുള്ള പാർട്ടിനെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഒന്നാണ് ഈ ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ക്യൂട്ടിക്കിൾസിൽ പറഞ്ഞാൽ ഒരുപാട് ശകലങ്ങളായിട്ടാണ് ഉള്ളത്. നമ്മൾക്കിപ്പം മത്സ്യത്തിന് ശകലങ്ങളുണ്ട് അല്ലെ, അതേപോലെ തന്നെയാണ് അതിന്റെ ലെയേഴ്സ് ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂട്ടിക്കിളിന്റെ അകത്തുള്ളതാണ് കോർട്ടെക്സ്. ആ ഒരു കോർട്ടെക്സ് ആണ് മുടിക്ക് നല്ല സ്ട്രെങ്ത്തും മുടിക്ക് ഈർപ്പവും അല്ലെങ്കിൽ മോയ്സ്ചർ തരുന്നത്, മുടിക്ക് കളർ തരുന്നത്, ടെക്സ്ചർ തരുന്നത്. അതിന്റെയും അകത്തായിട്ടുള്ളതാണ് മെഡുല എന്ന് പറയുന്നത്. ഇന്നർ മോസ്റ്റ്, ഏറ്റവും അകത്തത്തെ ലെയർ ആണ്. ഈ ഒരു ലെയർ എല്ലാ മുടിയിലും കാണാൻ സാധിക്കുമോ? ഇല്ല. ഈ ഒരു ലെയർ എന്ന് പറയുന്നത്, ഈ ഒരു മെഡുല എന്ന് പറയുന്നത് നല്ല കട്ടിയായിട്ടുള്ള മുടിയിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അതേസമയം നല്ല സിൽക്കി ഹെയർ, നല്ല നാര് പോലെയുള്ള മുടിയിൽ, ഫൈൻ ആയിട്ടുള്ള നല്ല നേരിയതായിട്ടുള്ള ഒരു മുടിയിൽ ഈ ഒരു ലെയർ കാണാനായിട്ട് സാധിക്കുകയില്ല. ഇത്രയുമാണ് ഹെയറിനെ പറ്റിയിട്ടുള്ളത്. ഇനിയും ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ടും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹെയർ എന്ന് പറയുമ്പോഴത്തേക്കും പലരും നമ്മൾ ഒ പിയിൽ ഇരിക്കുമ്പോൾ വന്ന് പറയുന്ന പ്രശ്നമാണ്, മുടി വളരുന്നില്ല ഡോക്ടറെ, മുടി വളരുന്നില്ല, കുറേ ആയി, അതേപോലെ തന്നെ കുറെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും കുറേ മുടിയാണ് ഇങ്ങനെ പൊരിഞ്ഞു വരുന്നത് എന്നൊക്കെയുള്ള പ്രശ്നം. ഈ മുടി, നമ്മുടെ തലയിലുള്ള ഓരോ മുടിയും ഓരോ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പം ആ സ്റ്റേജ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് ആണ് അനാജൻ, കെറ്റാജൻ, തിയലോജൻ. പേര് ഓർത്ത് വെക്കേണ്ട, എന്തെന്ത് നടക്കുന്നു ഈ ഓരോ ഘട്ടത്തിലും എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരുന്ന ഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും, വളർച്ചയെത്തിയ ഘട്ടം എന്ന് പറയാൻ പറ്റും. അതായത് ഗ്രോയിങ് സ്റ്റേജ് എന്ന് പറയാൻ പറ്റും. അതായത് മുടി വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിയാൽ മതി. താഴെ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രം, ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു ഡെർമൽ പാപ്പിലെ ഉണ്ട് ഏറ്റവും താഴെയായിട്ട് ഈ ഹെയർ ഫോളിക്കിളിന്റെ. അത് എന്തുമായിട്ട് അറ്റാച്ച്ഡ് ആണ്? രക്തക്കുഴലുകളുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ആ രക്തം വഴിയാണ് മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ ലഭിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആയിട്ടുള്ളതാണ്, അപ്പം ഇതാണ് ഗ്രോയിങ് സ്റ്റേജ്. ഈ ഡെർമൽ പാപ്പിലി ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. മുടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ മുടി വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ഫേസിൽ എത്ര കാലത്തോളമാണ് മുടി നിൽക്കുന്നത്? 2 മുതൽ 6 വർഷത്തോളമാണ് ഈ ഒരു വളർച്ചയിലായിട്ട് നിൽക്കുന്നത്. അപ്പൊ പലരും പറയും മുടിക്ക് നീളം വെക്കുന്നില്ല എന്നുള്ളത്. 2 മുതൽ 6 വർഷം എടുത്തിട്ടാണ് മുടി നീളം വെക്കുന്നത്. അപ്പം ഓരോ മുടിയും, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ തലയിലുള്ള ഓരോ മുടിയും ഓരോ ഫേസിലാണുള്ളത്, ഓരോ സ്റ്റേജിലാണുള്ളത്, ഓരോ ഘട്ടത്തിലായിട്ടാണ് ഉള്ളത്. ഒരു മുടി നീളം വെക്കും, മറ്റേ മുടിയാണെങ്കിലോ വേറെ രണ്ടാമത്തെ അവസ്ഥയിലായിരിക്കും. അപ്പൊ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളത് നോക്കാം. അതാണ് ഒരു ട്രാൻസിഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ്. നമ്മുടെ എത്രത്തോളം മുടിയുണ്ടോ അതിൽ കേവലം 3% മുടികൾ മാത്രമാണ് ഈ ഒരു ഫേസിൽ ഉള്ളത്. ആ ഒരു ഫേസിൽ, ആ ഒരു ഘട്ടത്തിൽ എത്ര കാലാണ് മുടി ഇരിക്കുക? 2 മുതൽ 3 ആഴ്ച വരെയാണ് മുടി ഇരിക്കുക. ആ ഒരു ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ചിത്രം നോക്കിയാൽ അറിയാം. ആ ഒരു രക്തക്കുഴലിൽ നിന്നും, അതായത് അതിന് പോഷകമൊക്കെ
എത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ഡെർമൽ പാപ്പിലെ. ആ ഡെർമൽ പാപ്പിലയിൽ നിന്നും അത് വിട്ട് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയാൽ അറിയാം, കണ്ടോ, അത് വിട്ട് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജില് ഒരു 3% ഉള്ള മാത്രം മുടികളാണ് ഇരിക്കുന്നത്. അതായത് ഈ ഒരു സ്റ്റേജില് പിന്നീട് വളർച്ചയുണ്ടോ? ഇല്ല, വളർച്ചയില്ലാതെ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സ്റ്റേജിലായിട്ട് നിൽക്കും. അടുത്ത സ്റ്റേജ് ആണ് ടീലോജൻ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു ഫേസിൽ നമ്മുടെ തലയിലെ 6 മുതൽ 8% ഹെയർസ് ആണ് ഉള്ളത്. ഈ ഒരു ഫേസിൽ ഈ ഒരു ഘട്ടത്തിൽ എത്ര നാൾ വരെയാണ് നിൽക്കുക? 100 ദിവസം വരെയാണ് നമ്മുടെ തലയിൽ നിൽക്കുക ഈ മുടി എന്ന് പറയുന്നത്. ഇപ്പം റെസ്റ്റിംഗ് ഫേസിലാണ്, പിന്നീട് വളർച്ചയില്ല, ആ മുടിക്ക് പൂർണ്ണ വളർച്ച എത്തി, അതിങ്ങനെ റെസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അത് ക്രമേണ അതിന്റെ റൂട്ടിൽ നിന്നും, ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, അതിങ്ങനെ പൊങ്ങി വരും. അപ്പോഴത്തേക്കും അടിയിൽ എന്താണ്? അടുത്ത വളർച്ചയിലുള്ള ഹെയർസ് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അടുത്ത ഹെയർ ഇവിടുന്ന് വരുന്നുണ്ട്. അങ്ങനെ വന്ന് എന്ത് സംഭവിക്കും? ഇത് ഇവിടുന്ന് വന്ന് ഇത് താഴേന്ന് പുതിയൊരു ഹെയർ വന്ന് ഈ പണ്ടത്തെ ഹെയർ അങ്ങ് റിമൂവ് ആയിട്ട് അല്ലെ, സ്കാൽപ്പിൽ നിന്നും പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നടക്കുന്നത്. ഈ 3 സ്റ്റേജുകളായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തത് വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ, രണ്ടാമത്തത് എന്താണ്? ട്രാൻസിഷണൽ സ്റ്റേജ് എന്ന് പറയും. അതായത് ആ ഒരു ഡെർമൽ, ആ ഒരു അറ്റാച്ച്മെന്റിൽ നിന്നും വിട്ട് വന്നിരിക്കുകയാണ്. മൂന്നാമത്തത് അത് റെസ്റ്റ് എടുക്കുന്ന ഒരു ഫേസ് ആണ്. അതായത് പിന്നീട് ഒരു വളർച്ചയുമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ അടിയിൽ നിന്നും വേറെ ഗ്രോത്ത്, പുതിയ ഹെയർസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഹെയർ ഇങ്ങനെ വളർച്ചയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ പഴയത് എന്ത് പോകും? പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുതിയ ഹെയർ വരും. ഈ പുതിയ ഹെയർ എത്ര കാലത്തോളം നിൽക്കും? 2 മുതൽ 6 വർഷം വരെ ഇരിക്കും. പിന്നെ അതിലെ അടുത്ത ഫേസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തലയിലെ ഓരോ മുടിയും ഓരോ അവസ്ഥയിലാണ് എന്ന്. അപ്പൊ മുടിയുടെ സംരക്ഷണം അല്ലെങ്കിൽ മുടി ദീർഘകാലം നീണ്ടു നിൽക്കണം, നല്ല വളർച്ചയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ഏത് ഫേസിലാണ് മുടി കൂടുതൽ നേരം നിൽക്കേണ്ടത്? വളരുന്ന സ്റ്റേജിലാണ് അല്ലെ. വളരുന്ന സ്റ്റേജിൽ എത്രത്തോളം വളരും ഒരു മുടി എന്നുള്ളത് പല കാരണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്, പലതിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒന്നാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ പോഷകം, ആളുടെ പ്രോട്ടീൻ എത്രത്തോളമാണ് എന്ന് ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ അറ്റ്മോസ്ഫിയർ, ഇപ്പം വളരെയധികം എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ചേർന്നിട്ടുള്ള, ക്ലോറിൻ ഒക്കെ ചേർന്നിട്ടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നല്ലോണം അറ്റ്മോസ്ഫിയറിക്ക് എയർ, അതായത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എയർ ഒക്കെ എപ്പോഴും തട്ടിക്കൊണ്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 3 ഫേസസിലും വെച്ചിട്ട് ഏത് ഫേസിലാണ് മുടി നമ്മൾക്ക് ദീർഘകാലം നിൽക്കണം എന്ന്, അല്ലെങ്കിൽ ആരോഗ്യത്തോടുകൂടി നിൽക്കണം എന്ന് വിചാരിക്കേണ്ടത്, അല്ലെങ്കിൽ മുടിയുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നവര് ഏത് ഫേസിലായിരിക്കണം മുടി കൂടുതലായിട്ടും നിൽക്കേണ്ടത്? ഏതവസ്ഥയിലാണ്? വളരുന്ന അവസ്ഥയിലാണ് അല്ലെ. ഞാൻ പറഞ്ഞു 2 മുതൽ 6 വർഷം വരെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു വർഷം, അതായത് ഈ വളരുന്ന സ്റ്റേജിനെയാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. എത്രത്തോളമാണോ നീളുന്നത്, നീണ്ട മുടി എത്രത്തോളമാണ് അത്രയും വരെയാണ് ഇത് വളരുന്നത്. അപ്പം ഈ വളർച്ച എന്ന് പറയുന്നത്, ഈ വളരുന്നത് എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സിനെ, പല കാരണങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ആളുടെ സെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട് ആണിനും പെണ്ണിനും ഇത്ര രീതിയിൽ വളർച്ചയുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആണുങ്ങൾക്കാണ് മുടി വളരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് 2 പേർക്കും ഏകദേശം തുല്യതയിലാണ് മുടിയുടെ വളർച്ച എന്നതാണ് പറയുന്നത്. രണ്ടാമത്തേതായിട്ടുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. നമ്മളുടെ ബ്ലഡിൽ നന്നായിട്ട് ഓക്സിജൻ ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പം നല്ലോണം പ്രോട്ടീൻസിന്റെ ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു മുടിയിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏതാണ്? മുടി 95% മുടി നിർമ്മിച്ചിരിക്കുന്നത് കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. നമ്മുടെ സ്കിന്നിലും കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട്, നമ്മളുടെ നഖങ്ങളിലും കെരാറ്റിൻ ഉണ്ട്, മുടിയിലും ഉണ്ട്. ഈ 3 ഭാഗങ്ങളിലാണ് കാണുന്നത് കെരാറ്റിൻ കൂടുതലായിട്ടും. അപ്പം കെരാറ്റിന്റെ കൃത്യമായിട്ടുള്ളൊരു അളവ് വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസിന്റെ അളവ് നല്ലോണം വേണം. പ്രോട്ടീൻസ്, ന്യൂട്രിയൻസ് ഒക്കെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ്. ഈ ഒരു മുടി എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസത്തെ കണക്ക് എടുക്കുകയാണെങ്കിൽ ശരാശരി ഒരു 1 സെന്റിമീറ്റർ വീതമാണ് ഒരു മാസം വളരുന്നത്. അതിന്റെ തന്നെ കണക്കിൽ വ്യത്യാസമുണ്ട്. പലർക്കും ഇപ്പം പാരമ്പര്യമായിട്ട് മുടി നല്ലോണം വളരുന്നവരുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ റേറ്റിൽ വ്യത്യാസമുണ്ട്. എങ്കിലും ശരാശരിയായിട്ട് 1 സെന്റിമീറ്റർ എന്ന് പറയും. അല്ലെങ്കിൽ
0.6 സെന്റിമീറ്റർ മുതൽ 3.36 സെന്റിമീറ്റർ വരെയാണ് മുടി നീളം വെക്കുക എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനിയും കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കോശം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മുടിനാര് ആണ്. 90% മുടികളും നമ്മളുടെ സ്കാൽപ്പിലാണ് ഉള്ളത്, അതായത് നമ്മുടെ തലയോട്ടിയിലാണ്, അല്ലെ, തലയിലാണ് ഉള്ളത്. ഒരു ദിവസം ഒരു 100 മുടിനാര് വരെ പോകുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും പറയുന്ന പ്രശ്നമാണ്, ചീകുമ്പോഴത്തേക്കും ഒരുപാട് മുടി പോകുന്നുണ്ട് ഡോക്ടറെ എന്ന്. അപ്പൊ ആദ്യം ചോദിക്കും അവരോട്, ഒരുപാട് മുടി എന്ന് പറയുന്നത് എങ്ങനെയാണ്, എത്രത്തോളം മുടി പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവര് പറയും കുറച്ച്. അപ്പൊ അവര് പറയും അല്ലെ, ഇത്ര മുടിയാണ് എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ എന്താണ്, നോർമൽ ആയിട്ടുള്ളതാണ്. ഒരു ദിവസം 100 മുടി വരെ പോകുന്നു എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മുടിയുടെ മുടി കൊഴിഞ്ഞു പോകുന്നതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകുന്നതിനെ വളരെ വേഗത്തിൽ കൊഴിഞ്ഞു പോകുന്നതിലേക്ക് നയിക്കുന്നതിൽ കുറേയേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് പല വിധത്തിലുള്ള മരുന്നുകളുടെ സൈഡ് എഫക്ട്. ഇപ്പൊ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട്, അതിന്റെ പാർശ്വഫലമായിട്ട് മുടി കൊഴിച്ചില് കണ്ടുവരാറുണ്ട്. രണ്ടാമത്തേതാണ് തൈറോയിഡ് ഇംബാലൻസ്. ഹെൽത്തില് ഞാൻ പറഞ്ഞിരുന്നു, തൈറോയിഡ് പ്രശ്നം വരുമ്പോഴത്തേക്കും മുടി കൊഴിച്ചില് വളരെ അധികമായിരിക്കും. അതേപോലെ അയൺ ഡെഫിഷ്യൻസി, രക്തത്തില് ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് കുറവാണ് എങ്കിലും മുടി കൊഴിച്ചില് വളരെയധികം കൂടുതലാണ്. പിന്നീട് കണക്കുകൾ പറയുന്നതാണ് 50 വയസ്സിന് മുകളിലുള്ള ആണുങ്ങളിൽ ഒരു 50% ഉള്ള ആൾക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരിലെല്ലാം മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ലോസ് ആണ്. അതായത് മുടി ഈ സെന്ററിൽ നിന്നുമൊക്കെ നെറ്റി ഇങ്ങനെ കയറി വന്ന് മുടി ഇങ്ങനെ പോകുകയാണ് ചെയ്യുന്നത് 50 വയസ്സിന് മുകളിലുള്ള ആണുങ്ങളിൽ സ്വാഭാവികമായിട്ടും. അതേപോലെ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണ് എങ്കിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് 50-55 വയസ്സിലാണ് ആർത്തവ വിരാമം നടക്കുന്നത്. അപ്പം അതിനുശേഷം 40% ഉള്ള സ്ത്രീകളിൽ മുടി കൊഴിച്ചില് വളരെ അധികമായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഹോർമോണൽ ഇംബാലൻസ് ഒക്കെയാണ് അവിടെ നടക്കുന്നത്. എന്തൊക്കെയാണ് ഇനി നമുക്ക് നോക്കാം ഈ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള കാരണങ്ങൾ, മുടിക്ക് നാശം സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് 2 കാരണങ്ങളുണ്ട്, മെക്കാനിക്കലും ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ ട്രോമ, ഫിസിക്കൽ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം എന്തൊക്കെയാണ്? പലരും പറയും ഷാംപൂയിങ്, അല്ലെ, ഭയങ്കര ഹാർഡായിട്ടുള്ള ഷാംപൂ എപ്പോഴും ഡെയിലി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണോ? അല്ല, നമ്മുടെ മുടിക്ക് അതൊക്കെ ദോഷമാണ് ചെയ്യുന്നത്. ചിലവർ എന്ത് ചെയ്യും, മുടി ഉണങ്ങുന്നതിന് ശേഷം മാത്രമാണ്, അല്ലെ, നനഞ്ഞ് കുളിച്ചു കഴിഞ്ഞ പാട് ചീപ്പ് വെച്ച് ചെയ്യും. അപ്പൊ വേഗത്തിലാണ് പൊട്ടി വരിക. അപ്പൊ അതൊന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് കോംബ് ചെയ്യുന്നത്. അതുപോലെ കോംബ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വിഗ്രസ് ആയിട്ട്, ഭയങ്കര ഹാർഷായിട്ട് ചെയ്യരുത്, അല്ലെ, മുടിയാണ്. അപ്പൊ കുറച്ച് കെയർ കൊടുത്തിട്ട് വേണം കോംബ് ചെയ്യാനായിട്ട്. അതുപോലെ സ്റ്റൈലിങ് ചെയ്യുമ്പോഴത്തേക്കും പലരും ഡൈ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ മുടി കൊഴിച്ചിൽ, അതൊക്കെ കെമിക്കൽസ് ആണ്, ഇതൊന്നും നമ്മളുടെ മുടിക്ക് പറ്റിയതല്ല. ഇതിന്റെയൊക്കെ പാർശ്വഫലമായിട്ട് ഒരുപാട് മുടി കൊഴിച്ചില് കണ്ടുവരുന്നുണ്ട്. ഇനി ഇതുകൂടാതെ നമ്മളുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അധികമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മലിനമായിട്ടുള്ള ഒരു വായുവിലൂടെ, അതേപോലെ സീ വാട്ടർ, ഉപ്പുവെള്ളം ഒക്കെ തലയിൽ നനയ്ക്കുമ്പോഴത്തേക്കും, ക്ലോറിൻ കലർന്ന വെള്ളം തല നനയ്ക്കുമ്പോഴത്തേക്കും ഒക്കെ മുടി കൊഴിച്ചില് വളരെയധികം കൂടുതലാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളത്, ഇതാണ് ഞാൻ പറഞ്ഞത് ഔട്ടർ ലെയർ എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് എന്തായിരുന്നു ഔട്ടർ ലെയർ? ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ. അപ്പൊ ഈ ഒരു ലെയറിൽ വെച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാം, മത്സ്യത്തിന്റെ ശകലങ്ങൾ പോലെ, അതായത് സ്കെയിൽസ് പോലെയാണ് ഇങ്ങനെ ചേർന്ന് ഇരിക്കുന്നത്. അപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇത്. അതായത് ഇവിടെ എന്താണ്, അതൊന്നും തന്നെ എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്, അല്ലെ. ഈ മത്സ്യശകലങ്ങൾ പോലുള്ളതാണ് സ്കെയിൽസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്, ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. അതേസമയം ഇപ്പുറത്തെ രണ്ടാമതായിട്ടുള്ള ഒരു പിക്ചർ നോക്കൂ. അതിൽ ആ മത്സ്യശകലം, ആ സ്കെയിൽസ് എങ്ങനെയാണുള്ളത്? ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്, അല്ലെ. ഓപ്പൺ ആയിട്ടുള്ളപ്പോഴാണ് ഹെയർ കൂടുതലായിട്ടും ഡാമേജ് ആകുന്നത്, കൊഴിഞ്ഞു പോകുന്നത്. ഹെയറിന്റെ ആ ഒരു സ്വാഭാവികത നഷ്ടപ്പെട്ട് അത് കൊഴിഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താണ് വേണ്ടത്? എപ്പോഴും ഈ സ്കെയിൽസ്, ക്യൂട്ടിക്കലിലുള്ള ഒരു സ്കെയിൽ എപ്പോഴും ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം.
ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതോടനുബന്ധിച്ച് വരുന്നത്? പലരും പറയുന്നതാണ് സ്പ്ലിറ്റ് എൻഡ്. അതായത് എന്താണ്, ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ അറിയാം മുടിന്റെ അറ്റം പൊട്ടിയിട്ട് രണ്ടായിട്ട് വരുന്നത്, സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു എൻഡ്. അതേപോലെ ഇൻക്രീസ്ഡ് പോറോസിറ്റി എന്ന് പറയും. പോറോസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു മോയ്സ്ചർ, ആ ഒരു ഈർപ്പം, ആ ഒരു നനവ് നഷ്ടപ്പെട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് വരിക. അതേപോലെ എന്താണ്, ഡ്രൈ ഹെയർ ഞാൻ പറഞ്ഞു അല്ലെ, ആ ഒരു ക്യൂട്ടിക്കൽ ഒക്കെ ഇങ്ങനെ അടഞ്ഞ് ഇരിക്കുന്നതിന് പകരം തുറന്നിരിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മളുടെ ഹെയറിന് വളരെയധികം ദോഷകരമായിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം മെലാനിൻ. ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു, നമ്മുടെ ഫേസിന്റെ സ്കിൻ കെയറിൽ പറഞ്ഞതായിരുന്നു. മെലാനിൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കളറിംഗ് പിഗ്മെന്റ് ആണ് മെലാനിൻ. ഒരാൾക്ക് മെലാനിൻ കൂടുതലാകുമ്പോഴാണ് ഡാർക്ക് സ്കിൻ ആകുന്നത്, കുറച്ചുകൂടി കുറയുമ്പോഴാണ് കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള സ്കിൻ ആകുന്നത്. ഈ മെലാനിൻ എവിടെയുമുണ്ട്, മുടി നാരിഴകളിലും മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട്. അപ്പൊ മെലാനിന്റെ അളവ് കൂടുതലാകുമ്പോഴാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള മുടിനാര് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു കളറിൽ വരുന്ന വ്യത്യാസമാണ് ഈ ഒരു ഇതിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും മെലാനിൻ കണ്ടന്റ് വളരെയധികം കുറവാണ്. ഇനി എന്തിനാണ് നമ്മൾ ഈ ഒരു മുടിക്ക് ഇത്രയധികം സംരക്ഷണം നൽകണം എന്ന് വിചാരിക്കുന്നത്? പലരും ഇപ്പം സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആദ്യം കൂടുതലും ശ്രദ്ധിക്കുന്നത് മുടിയായിരിക്കും അല്ലെ. മുടിയുണ്ടോ, പുരുഷന്മാരെയൊക്കെ ആണെങ്കിൽ മുട്ടയാണോ കഷണ്ടിയാണോ മുടിയുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യം. അപ്പൊ ഒരു മുടിക്ക് അത്രയധികം ഇംപ്രഷൻ ആണ് ഉള്ളത് എന്നും കരുതി ഷോർട്ട് ആയിട്ടുള്ള ഹെയറുകാരുള്ള സ്ത്രീകളൊക്കെ മുടി ഇല്ലാത്തവര് ഒന്നും ഭംഗിയില്ല എന്നല്ല പറഞ്ഞത്. എന്നാലും അല്ലെ, മുടി ഇപ്പം നല്ല മുടിയായിട്ട് പോകുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓ എന്തു മുടിയാന്ന് അവൾക്ക് എന്ന് പറയാറുണ്ട് ഇല്ലേ. അതൊരു ഇംപ്രഷൻ ആണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഈ മുടിയുടെ സംരക്ഷണം പാലിക്കാനായിട്ട്, കാത്തു സംരക്ഷിക്കാനായിട്ട് കഴിയുന്നത്? എപ്പോഴും മുടി വെട്ടണം. എപ്പോഴും മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മുതൽ 3 മാസം കൂടുമ്പോഴത്തേക്കും ട്രിം ചെയ്യണം, മുടി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് കഴിയും? സ്പ്ലിറ്റ് എൻഡ്, മുടിനാര് രണ്ടായിട്ട് പൊട്ടി വരുന്നതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് കഴിയും. പിന്നെന്താണ്, ചീകുമ്പോഴത്തേക്കും വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ കെയർ കൊടുത്ത് വേണം ചീകാനായിട്ട്. നല്ല ഹാപ്പി ആയി ഇരിക്കണം. ഞാൻ പറഞ്ഞിരുന്നു സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് എഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. മുഖത്താണെങ്കിൽ പിമ്പിൾസ് ഉണ്ടാക്കും, അതേപോലെ ഹെയറിലാണെങ്കിൽ സ്ട്രെസ് ഉള്ള സമയത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് അമിതമായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകും. അതേപോലെ നല്ല ഭക്ഷണം കഴിക്കണം, ബ്ലഡ് നല്ലതായിരിക്കണം, നല്ലൊരു ഷാമ്പു ഉപയോഗിക്കണം, നല്ലൊരു കണ്ടീഷണർ ഒക്കെ ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ സ്കാൽപ്പിന്റെ നറിഷ്മെന്റിന് വേണ്ടി നല്ലൊരു ഓയിലും ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഒരു പിക്ചറിൽ ഏതാണ് നിങ്ങളെ വളരെ അധികമായിട്ട് അട്രാക്ട് ചെയ്യുന്നത്? ആദ്യത്തെ പിക്ചറാണോ രണ്ടാമത്തെ പിക്ചറാണോ? നല്ല മുടിയായിട്ടുള്ളത് ആണ് അല്ലെ? തീർച്ചയായിട്ടും നല്ലൊരു മുടി തരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അതിൽ നിന്നും എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ഹെയർ കെയർ ഒരു പ്രൊഡക്റ്റ് വന്നു വിചാരിക്കും, അതിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അല്ലെ, നല്ല മൃദുലമായിട്ടുള്ള ഒരു ഹെയർ, നല്ല സ്മൂത്ത് ഷൈനിങ് ആയിട്ടുള്ള ഒരു ഹെയർ നമുക്ക് നന്നായിട്ട് ഇത് മാനേജ് ചെയ്യാൻ കഴിയണം. അതായത് ഇപ്പൊ ഒന്ന് കുളിച്ചു വന്ന് കുറച്ചു നേരം അല്ലെ മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ചെടിയെടുത്ത് പിന്നെ കുറച്ച് നമ്മൾ ഒന്ന് കഴിയുമ്പോഴത്തേക്കും അതിലെ ചെട പിടിച്ച് അങ്ങനെ പാടില്ല അല്ലെ. നമുക്ക് എളുപ്പത്തിൽ ചെടിയെടുക്കാനായിട്ട് കഴിയണം. അതായത് ഈസിലി മാനേജബിൾ ആയിരിക്കണം. അതിന്റെ വേര് എന്ന് പറയുന്നത് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂട്ട് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതായത് വളരെ വേഗത്തിൽ പൊട്ടി വരാനായിട്ട് പാടില്ല. പിന്നെയാണെങ്കിലോ ആ ഹെയർ കളർ അല്ലെ, ഓരോ ഹെയറിനും സ്വാഭാവികമായിട്ടുള്ള ഒരു കളർ ഉണ്ട്. ബ്ലാക്ക് കളർ തരുന്നത് മെലാനിൻ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു കളറിനെ പ്രൊട്ടക്ട് ചെയ്യണം. അന്തരീക്ഷത്തിൽ വരുന്ന ആ ഒരു മാറ്റത്തിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം വേണം. പിന്നെയോ ഡാൻഡ്രഫിനെ നീക്കം ചെയ്യണം അല്ലെ. ഇപ്പൊ ഒരു കണ്ടീഷനിങ് എഫക്റ്റും കൂടി വേണം. പിന്നെയോ നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു മണം കൂടി അതിൽ പറഞ്ഞിരുന്നു. 8 പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ എലമെന്റ്സ് വെൽനസിന്റെ 8-in-1 ഹെയർ കണ്ടീഷണർ. ഫോർ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർസിനും ട്രീറ്റഡ് ഹെയറിനും ഒക്കെ ഉള്ളതാണ്.
ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് ഹൈഡ്രോലൈസ്ഡ് കിൻവ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കിൻവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കിൻവ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പുമാവ്, കട്ട്ലറ്റും ഒക്കെ. അപ്പം ഭയങ്കര റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. എന്തുകൊണ്ടാണ് റിച്ചസ്റ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇതില് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതാണ്. പ്രോട്ടീൻ പൗഡറിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾക്ക് 20 അമിനോ ആസിഡുകളാണ്. അതിൽ 9 അമിനോ ആസിഡുകളെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ 9 അമിനോ ആസിഡുകൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീനിനെ നമ്മൾ ആ ഒരു വസ്തുവിനെ, ഫ്രൂട്ട് ആയിക്കോട്ടെ അതിനെ നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒന്നാണ്, അതായത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് നമ്മുടെ കിൻവ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് മുടിക്കുള്ള സംരക്ഷണം നൽകുന്നത്? ഹെയറിന്റെ ആ നാച്ചുറൽ കളറിനെ സംരക്ഷിക്കുന്നു, ഒരു കണ്ടീഷനിങ് എഫക്ട് തരുന്നു. ബാക്കിയുള്ള ഇപ്പം അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്ന മാലിന്യത്തിൽ അതിൽ നിന്നുമൊക്കെ ഒരു സംരക്ഷണമാണ് ഇത് നിങ്ങൾക്ക് തരുന്നത്. തലയോട്ടിയിലേക്ക് ഇറങ്ങിയിട്ട് തലമുടിക്ക് ഒരു നറിഷ്മെന്റ് ഇത് തരുന്നുണ്ട്, നല്ല ഒരു മോയ്സ്ചർ ഇത് തരുന്നുണ്ട്, നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റുമാണ് ഇത് നിങ്ങൾക്ക് തരുന്നത്. കിൻവയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടിക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ മറ്റ് ശരീരത്തിലെ ഭാഗങ്ങളെ പോലെ തന്നെ അത്യാവശ്യമായിട്ട് ഉള്ളതാണ്. അടുത്തതായിട്ടുള്ളതാണ് ഹൊഹോബ ഓയിൽ. ഇത് എഴുതിയിരിക്കുന്നത് JOJOBA ആണെങ്കിലും നമ്മൾ ഇതിനെ നമ്മൾ ഇതിനെ ഉച്ചരിക്കുന്നത് ഹൊഹോബ എന്നാണ്. ഈ ഹൊഹോബ ഓയിൽ വളരെ നല്ല ഒരു മോയ്സ്ചറൈസർ ആണ്. അതായത് നമ്മളുടെ തലമുടിയുടെ ഈർപ്പത്തെ കാത്തു സംരക്ഷിക്കുന്ന ഒന്നാണ്. നമ്മുടെ സ്കാൽപ്പിൽ ഒരു pH ഉണ്ട്. ബാക്കി എല്ലാ ശരീരഭാഗങ്ങളിലും pH ഉള്ളത് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ, നമ്മുടെ തലയൂട്ടിയിലും ഒരു pH ഉണ്ട്. എത്രയാണ് ആ pH? 4.5 മുതൽ 5.5 ആണ് സ്കാൽപ്പിലെ pH എന്ന് പറയുന്നത്. ആ ഒരു pH കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മുടി നന്നായിട്ട് വളരുന്നതും ഒക്കെ. അപ്പൊ ആ സ്കാൽപ്പ് pH-നെ കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് ഹൊഹോബ ഓയിൽ. അതോടൊപ്പം ഡാൻഡ്രഫിൽ നിന്നുള്ള ഒരു സംരക്ഷണം, മുടി കുറച്ചുകൂടി തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്നു. ഹീറ്റിൽ നിന്നും ഞാൻ പറഞ്ഞിരുന്നു സൂര്യപ്രകാശമൊക്കെ അധികമായിട്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് എന്ന്. അത്തരത്തിൽ ഈ സൂര്യപ്രകാശം ഒന്നും ഏൽക്കുന്നതിൽ നിന്നും അത്തരത്തിൽ മുടി നാരിഴകൾ ഉണ്ടാകുന്ന ആ ഒരു കേടുപാടിൽ നിന്നുമുള്ള ഒരു സംരക്ഷണമാണ് തരുന്നത്. പിന്നീട് മൂന്നാമതായി ചേർത്തിട്ടുള്ളതാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. അതൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് ഒലീവ് ഓയിൽ. നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈനിങ് തരുന്നു, സ്മൂത്തനിങ് തരുന്നു, ആന്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടി ഡാൻഡ്രഫിനെതിരെയും കൂടി പ്രവർത്തിക്കാനുണ്ട്. സ്പ്ലിറ്റ് എൻഡ്, അതായത് മുടി ഇങ്ങനെ കട്ടായിട്ട് പോകുന്നതിൽ നിന്നുമൊക്കെയുള്ള ഒരു സംരക്ഷണമാണ് തരുന്നത്. UV സൺസ്ക്രീൻ ഉണ്ട്. ആദ്യമായിട്ടാണ് മാർക്കറ്റിലെ ഒരു പ്രൊഡക്റ്റിൽ, അതായത് ഒരു കണ്ടീഷണറിൽ UV സൺസ്ക്രീന് ചേർന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു നമ്മളിപ്പോ ഒരു സൂര്യപ്രകാശത്തിലേക്ക് പോകുമ്പോഴത്തേക്കും 2 തരത്തിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളാണ് ഉണ്ടാകുന്നത്, നമ്മളിലേക്ക് പതിക്കുന്നത്. അൾട്രാ വയലറ്റ് A, അൾട്രാ വയലറ്റ് B. അൾട്രാ വയലറ്റ് A എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിന്റെ ആഴത്തിലേക്ക് ചെല്ലുകയും അവിടെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കൊളാജൻ, ഇലാസ്റ്റിനെയും ഒക്കെയാണ് നശിപ്പിക്കുന്നത്. അതുവഴി ചുക്കും ചുളിവുകളും ഒക്കെയാണ് വരുത്തുന്നത്. അതേപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ B ആണെങ്കിൽ ശരീരത്തിന്റെ ആ തലയോട്ടി, ഇപ്പൊ തലേന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തലയോട്ടിന്റെ അവിടെയായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ മുടികളൊക്കെ എളുപ്പത്തിൽ ഒട്ടും കട്ടിയില്ലാതെ പൊട്ടിപ്പോകാനൊക്കെ ആയിട്ടാണ് കാരണമാകുന്നത്. അപ്പം അതിൽ നിന്നും ഒക്കെയുള്ള ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ് അൾട്രാ വയലറ്റ് സൺസ്ക്രീം, അതായത് ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നുമുള്ള ഒരു സംരക്ഷണമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ നിന്നും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ളത്? 8 പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് എന്തൊക്കെയായിരുന്നു ആ 8 പ്രശ്നങ്ങൾ? ഹെയർ ഫോൾ, മുടി കൊഴിച്ചില് വളരെ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. നല്ല കട്ടിയോടുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് ഹെയർ ഫോളിക്കിളിനെ വരുത്താനായിട്ട് സഹായിക്കുന്നു. അതിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. നല്ലൊരു റേഡിയൻസ് തരുന്നു. അപ്പൊ ഈ ഒരു റേഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 വാഷ് വരെ, 30 പ്രാവശ്യം കഴുകുന്നത് വരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ റിപ്പയർ ചെയ്യുന്നു, നല്ല സിൽക്കി ആക്കുന്നു, ഷൈനി ആക്കുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അത്രയുമാണ് നമ്മുടെ 8-in-1 ഹെയർ കണ്ടീഷണർ ഷാംപൂവില്, ഹെയർ കണ്ടീഷണറിൽ പറയാനായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് ഏറ്റവും റിച്ചസ്റ്റ് പ്രോട്ടീൻ ആയിട്ടുള്ളത്?
കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാവുന്ന കിൻവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്, ഹൊഹോബ ഓയിൽ ഉണ്ട്, ഒലീവ് ഓയിൽ ഉണ്ട്, മിനറൽ കോംപ്ലക്സ് ഉണ്ട്, UV സൺസ്ക്രീൻ ഉണ്ട്. ആദ്യമായിട്ടാണ് UV സൺസ്ക്രീന് ചേർത്തിട്ടുള്ള ഒരു കണ്ടീഷണർ മാർക്കറ്റിലേക്ക് വരുന്നത്. അത് നമ്മുടേത് ആണ്. അപ്പം ഇത് എന്തൊക്കെയാണ് അല്ലെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നുള്ള ഒരു മോചനം, അതിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം നിങ്ങൾക്ക് നൽകുന്നു. നല്ല കട്ടിയുള്ള മുടിനാരായിട്ട് വരാനായിട്ട് സഹായിക്കുന്നതാണ്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇത് സ്കിന്നിൽ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട് വരുത്തൂല എന്നുള്ളതിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്? നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ കംപ്ലീറ്റ് കെയർ ഷാംപൂ അല്ലെങ്കിൽ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം 8-in-1 കണ്ടീഷണർ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി എഫക്ട് കൂടുതലായിട്ടുള്ളത്. ആഴ്ചയിൽ നിങ്ങൾക്ക് അധികം പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം വീതം ഉപയോഗിക്കാവുന്നതാണ്. അത്രയുമാണ് നമ്മുടെ 8-in-1 ഹെയർ